ഈ പറയുന്ന പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്ന ആള് വാഗമണ് സംഭവം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ദിവസം കർണാടകയിലെ മെഡിക്കൽ കോളേജിൽ പരീക്ഷയ്ക്ക് ഹാജരായിരുന്നു എന്നതിന്റെ ഹാൾ ടിക്കറ്റാണ് കോടതിയിൽ ഹാജരാക്കി ബെയിലിന് പോയത്. 100 പേരെ കൊന്നിട്ട് വന്നാലും നിങ്ങൾക്ക് ജാമ്യം തരാം. പക്ഷെ ഇത് 100 കോടി ജനങ്ങൾക്കെതിരായ യുദ്ധമാണ്, ജാമ്യം തരാം. ജയിൽ സംവിധാനത്തിലെ ഈ പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രകടമായി തന്നെ കാണാം. സമൂഹത്തിൽ പ്രകടമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും ജാതീയപരമായിട്ട് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അത് കുറച്ചും കൂടി തീവ്രമായി നമുക്ക് ജയിൽ സെറ്റപ്പിൽ നമുക്ക് അനുഭവിക്കാനും കാണാനും കഴിയും. ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് ഒരു ജയിലിലേക്ക് എത്തുന്ന ഒരാളോട് എന്തൊക്കെയാണ് ഒരു അധികൃതർ ചെയ്തു കൂട്ടുന്നതെന്ന് നമ്മളിപ്പോ പറയുന്നത് കേട്ടു. അപ്പോ അതിന്റെ കൂടെ ഒരു കുറ്റാരോപിതന് ഒരു മുസ്ലിം ഐഡന്റിറ്റി കൂടി വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഒരു അധികൃതരുടെ സമീപനത്തിലൊരു മാറ്റം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാമോ ആ അനുഭവം? ഞാനേ ഓരോ മറുപടി പറയുമ്പോഴും ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ UP-ന്റെ സംസാരിക്കുന്നത് ഈ ചോദ്യങ്ങളൊന്നും എനിക്ക് സൂട്ടബിൾ ആവുന്നില്ല. എൻ്റെ മറുപടി നിങ്ങൾക്ക് അത്ര സൂട്ടായിട്ട് തോന്നുള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ റാസിക പറഞ്ഞ പോലെ ഞാനൊരു നിക്കാഹ് പരിപാടിയിൽ നിന്ന് ഓടിക്കളിച്ച് വന്നതാണ്. അതിൻ്റെ ഒരു കലപ്പ് മാറിയിട്ടില്ല. ഭാര്യൻ്റെ സഹോദരിയുടെ മകളുടെ നിക്കാഹാണ്. അരീക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു പ്ലാനിങ് ഒന്നുമില്ല, ഇന്ന് വരും എത്തുന്നത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പരിപാടിയിൽ കറക്റ്റ് എത്താൻ പറ്റില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഒരു മുസ്ലിം എന്ന ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഞാൻ UP-യിൽ നിന്ന് സംസാരിക്കുമ്പോൾ UP-യിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയില് ശരിക്കും എന്നെ ഡിറ്റൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നേരെ പിടിച്ചിട്ട് അങ്ങനെ UAP ചാർത്തിയതൊന്നുമല്ല. CRPC-യിലെ ഡൽഹിയിലെ കാളിന്തി കുഞ്ചിൽ നിന്ന് ഹാത്രസ് എന്ന് പറയുന്ന UP-യിലെ മുൻപ് ആഗ്ര ജില്ലയുടെ ഭാഗമായിരുന്ന ഹാത്രസ് ജില്ലയിലേക്കുള്ള യാത്രയിൽ ഒരു ടോൾ പ്ലാസയിൽ വെച്ചിട്ട് കുറച്ച് ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇറക്കി കൊണ്ടുപോകില്ല. എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, പൂച്ചത്താച്ച് എന്നാണ് പറയാം, ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ, KWJ അല്ല കേട്ടോ, പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ID കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ മാധ്യമപ്രവർത്തകനാണ്. ഓക്കെ, കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. വളരെ മാന്യമായിട്ട് വളരെ അഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോയി പോലീസിൻ്റെ കൂടെ. അപ്പോൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് ഏകദേശം 10 മണി സമയത്താണ് കൊണ്ടുപോയിട്ട് ഏകദേശം അന്ന് രാത്രി 6 മണി വരെ അവിടെ പോലീസുകാരായിട്ട് കത്തിയടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. കേരളത്തിൻ്റെ മഹാത്മ്യമൊക്കെ അവർ പറയുന്നു. കേരളം വളരെ സുന്ദരമാണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ കാണാൻ പറ്റിയ കുറേ ബാക്ക് വാട്ടർ ഉണ്ട്, അതുണ്ട്, വയനാട് മലമടക്കുകളെ കുറിച്ചിട്ടൊക്കെ കേരളത്തിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അവർ പറയുന്നു. ഞാൻ അതിനൊക്കെ ഇങ്ങനെ എൻഡോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 6-6:30 മണിയായപ്പോൾ ഒരുത്തം വന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ പലതും നിങ്ങളൊക്കെ പലരും വായനയുടെയും അല്ലെങ്കിൽ പലയിടത്തും കേട്ടതാണ്. കേരള പത്രക്കാർ കോൻ ഹേ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഡ്രൈവറുണ്ട്. അത് ഞാൻ UP-യിലെ ഒരു ഡ്രൈവറാണ്. എൻ്റെ കൂടെ വേറെ 2 ആൾക്കാരുണ്ട്. അവർ രണ്ടും UP-ക്കാരാണ്. ഇവർ 3 പേരും മുസ്ലിങ്ങളാണ്. ഞാൻ എന്താ പറയട്ടെ, ഇവർ 3 പേരും മുസ്ലിങ്ങളാണ്, ഞാനും മുസ്ലിമാണ്. പക്ഷെ ഇവർക്ക് വേണ്ടിയിരുന്നത് അന്ന് കേരളത്തിലെ മുസ്ലിമിനെയായിരുന്നു, കേരളത്തിലെ പത്രക്കാരനായിട്ടുള്ള മുസ്ലിമിനായിരുന്നു വേണ്ടിയിരുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് തുടക്കം മുതൽ അവസാനം വരെ ഇവരന്ന് പറഞ്ഞിരുന്നത് ഏതൊക്കെയോ സംഘടനയെ കൂട്ടിക്കെട്ടിയിട്ടായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത് മുഴുവൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് എനിക്ക് തുടക്കം മുതൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്താ പറയുക, ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, മറ്റുള്ള ആളുകളെ മുഴുവൻ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ എന്നോട് അവിടുത്തെ പോലീസുകാർ പറഞ്ഞു കേട്ടോ. കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു ഭീകര ജീവികളാണ്. ഇവർ UP-യിലെ പോലെ റിക്ഷ വലിക്കുന്ന മുസ്ലിങ്ങളെ പോലെയല്ല. നിങ്ങളാണ് ഈ ഇന്ത്യയെ മുഴുവൻ കേടുവരുത്തുന്നത്. കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഇന്ത്യ മുഴുവൻ നടന്ന് മറ്റുള്ള മുസ്ലിങ്ങളെ മുഴുവൻ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ഇതിനോടൊരു പട്ടാളക്കാരൻ പറഞ്ഞ വാക്കാണ്. അതായത് എന്നെ ചോദ്യം ചെയ്ത ഒരാളെന്ന് പറയുന്നത് മിലിറ്ററി ഇന്റലിജൻസ് ആയിരുന്നു. ഇന്ത്യയിൽ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് മുമ്പ് UAPA കേസൊക്കെ പഠിക്കാറുണ്ടായിരുന്നു. എൻ്റെ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് UAPA ബീറ്റ് ചെയ്ത ഒരാളായിരുന്നു ഞാൻ. എങ്കിൽ പോലും അന്ന് വരെ എനിക്ക് അറിയില്ലായിരുന്നു എത്ര ഏജൻസികൾ എന്താ പറയുക എൻക്വയറി ഏജൻസികൾ ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്നാണ് ഞാൻ അറിഞ്ഞത് UP-യിൽ നമ്മുടെ
ലോക്കൽ ഇന്റലിജൻസ് LIO എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അവിടെ. ലോക്കൽ ഇന്റലിജൻസ് ഇവരാണ് ഏറ്റവും മോശമായിട്ട് ട്രീറ്റ് ചെയ്തത്. അത് ഞാൻ പറയാൻ കാരണം ഉറുദു അറിയാം എന്നതിന്റെ പേരിൽ എനിക്ക് മൂന്തക്ക കിട്ടി. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരാൾ എന്നെ മൂന്തക്ക അടിച്ചത് ലോക്കൽ ഉറുദു അറിയാം എന്ന് പറയുന്നത്. രണ്ടാമത് ജാമിയ മിലിയ ഇസ്ലാമിയയിൽ ഒരു കോഴ്സ് ചെയ്തതിന്റെ പേര് രണ്ടാമത്തെ അടി കിട്ടി. അങ്ങനെ 3 അടി കിട്ടി. ഒന്ന് ഉറുദു അറിയാം എന്നതുകൊണ്ട്, മറ്റൊന്ന് ജാമിയ മിലിയയിൽ പഠിച്ചു എന്നതുകൊണ്ട്, മറ്റൊന്ന് പറഞ്ഞാൽ നീ JNU പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ DSU അല്ലേ, DSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ബന്ധം, അതാണ് എന്നോട് ചോദിച്ചത്. പിന്നെ പറഞ്ഞത് ഈ കർഷക സമരം റിപ്പോർട്ട് ചെയ്തത് എന്തിനാണ്, കർഷക സമരം റിപ്പോർട്ട് ചെയ്തത് എന്തിനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മുസ്ലിം എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ ചോദ്യം തന്നെയായിരുന്നു അതിന്റെ മുഴുവൻ ഉത്തരവും. എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് തുടക്കം മുതൽ ഞാൻ മാത്രമായിരുന്നു ടാർഗറ്റ്. മുസ്ലിം ആയിരുന്നുവെങ്കിൽ, നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് എത്രത്തോളം നീതി പുലർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മുസ്ലിം ആയിരുന്നുവെങ്കിൽ എന്നെ കൊണ്ടായിരുന്ന 3 പേര് മുസ്ലിങ്ങളായിരുന്നു. അവർ 3 പേരും UP-കാരായിരുന്നു, ഡ്രൈവർ അടക്കം. ഡ്രൈവറിന്റെ പേര് ആലം എന്നാണ്, AILAM. നമ്മുടെ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും ആലം എന്നുള്ള അക്ഷരത്തിൽ AILAM എന്ന് എഴുതാൻ കഴിയും. ഈ 30-കാരനായ ആലമിന്റെ പേര് എഴുതാൻ അറിയില്ലായിരുന്നു. ആലം എന്ന് പറയുന്ന ആൾക്ക് ആലമിന്റെ പേര് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അറബിയിലോ ലോകത്തുള്ള ഒരു ഭാഷയിലും അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല. അദ്ദേഹം നമ്മുടെ റാംപൂർ സ്വദേശിയാണ്. അദ്ദേഹം കുറെ പറഞ്ഞു നോക്കി, സാർ ഞാൻ ഡ്രൈവറാണ്, ഇവരെന്നെ വിളിച്ചു കൊണ്ടുവന്നതാണ്, വിട്ടേക്കോ എന്നൊക്കെ പറഞ്ഞു നോക്കി. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ വളരെ സുന്ദരമായിട്ട് സംസാരിക്കാൻ അറിയാം. ആ രീതിയിലെല്ലാം അദ്ദേഹം സംസാരിച്ച് നോക്കി, സാർ വിട്ടേക്കൊന്ന്. ഇല്ല, അദ്ദേഹത്തെ വിട്ടില്ല. അവിടെ ഞാൻ പറയുന്നത് അദ്ദേഹം മുസ്ലിമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിടാതെ. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വല്ല ജോണോ ജോസഫോ കൃഷ്ണനോ ഒക്കെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ അപ്പം തന്നെ വിടുമായിരുന്നു. അദ്ദേഹവും 27 മാസം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിനുമുണ്ട് PMLA കേസ്, അദ്ദേഹത്തിനുമുണ്ട് UAPA കേസ്. CRPC-യിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത തുടക്കത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ 151, CRPC 151, 107, 116. CRPC-ലെ 3 ആക്ട്. ശാന്തി ഭംഗൻ, എന്തൊക്കെ പറയാം, ബ്രീച്ച് ഓഫ് പീസ്, സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് SDM-ന്റെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്നത്. അവിടെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഞങ്ങളെ സ്വന്തം ജാമ്യത്തിൽ, ഈ കേസൊക്കെ സ്വന്തം ജാമ്യത്തിൽ സ്വന്തം ഇതിൽ ജാമ്യം കിട്ടുന്ന കേസാണല്ലോ, വിട്ടിറങ്ങുന്ന പറയുമ്പോൾ ആരെങ്കിലും വന്നാൽ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 6 മാസമാണ് ആ കേസിൽ ഞങ്ങൾ ജയിലിൽ കിടന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ അതിൽ ഞങ്ങൾ ഞങ്ങൾ അതിൽ വെറുതെ വിടുകയാണ് ചെയ്തത്. ചാർജ് ഷീറ്റ് പോലും സമർപ്പിച്ചിട്ടില്ല. ഈ പറഞ്ഞ ടീമാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻക്രിമിനേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, സുപ്രീം കോടതിയിൽ കപിൽ സിബൽ പൊളിച്ചടക്കിയ സംഭവം. ന്യൂയോർക്കിലെ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കോപ്പി എടുത്ത് സാധനങ്ങൾ ഏതൊക്കെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് എൻ്റെ ലാപ്ടോപ്പ് ബാഗിൽ നിന്ന്, അല്ല ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 17 എണ്ണം വീതം കിട്ടി. കറക്റ്റാണ്, ഞങ്ങൾ 17 എണ്ണം വീതം, 4 പേര് 17 എണ്ണം വീതം കിട്ടി എന്ന് പറയുന്നു. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് അതൊന്ന് വായിക്കൂ കോടതിയിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ വായിക്കുമ്പോഴാണ് ന്യൂയോർക്ക് പോലീസിനെ എങ്ങനെ നേരിടണം, ന്യൂയോർക്ക് പോലീസിനെ ബ്ലാക്ക് ലൈവ് മാറ്റേഴ്സിൽ ന്യൂയോർക്ക് പോലീസിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നല്ല ശുദ്ധ എന്താ പറയുക ശുദ്ധ അമേരിക്കൻ ഇംഗ്ലീഷിൽ എഴുതിയ പാംലെറ്റുമായിട്ടാണ് ഞങ്ങൾ എവിടേക്ക് പോകുന്നത്, ഹാത്രസിലെ ഹിന്ദിയോ ഇംഗ്ലീഷോ ശരിയാവണ്ണം വായിക്കാൻ അറിയാത്ത ആളുകളുടെ അടുത്തേക്ക് ഈ പാംലെറ്റ് കൊടുത്തിട്ട് അവിടെ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത് എന്നായിരുന്നു ചാർജ് ഷീറ്റ്. ആ സംഭവത്തിൽ അവര് ഞങ്ങളെ വെറുതെ വിടുകയാണ് ചെയ്തത്. CRPC-യിൽ ഞങ്ങൾക്കെതിരെ എടുത്ത ആദ്യത്തെ കേസ് വെറുതെ വിട്ടു 6 മാസങ്ങൾക്ക് ശേഷം. അതിലൊരു വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. അതിൽ നിരന്തരം ഈ SDM ഞങ്ങളെ VCR എന്നാണ് പറയാ, വീഡിയോ കോൺഫറൻസ് ഹിയറിംഗ് നടത്തിയിട്ട് പറയും, എന്താ നിങ്ങൾ ജാമ്യം എടുക്കാൻ വരാത്തത്, എന്താ നിങ്ങൾ ഈ കേസിൽ ജാമ്യം എടുക്കാത്തത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആ കേസിൽ ജാമ്യം എടുക്കുന്നില്ല, അതിനേക്കാൾ വലിയ കേസ് നിങ്ങൾ കാരണം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ കേസിൽ ഞങ്ങൾ ജാമ്യം എടുക്കാൻ ഉദ്ദേശമില്ല, അതുകൊണ്ട് അതിൽ നിങ്ങൾ ഞങ്ങളെ ശിക്ഷിച്ചോളൂ എന്ന് ഒരു VCR-ൽ ഞാൻ പറയുന്നുണ്ട് അവരോട്. അപ്പൊ ഞാൻ അവരെല്ലാവരും സാർ എന്ന് വിളിച്ചപ്പോ ഞാൻ ബായ് അംകോ സജാ ദേദോ എന്ന് പറഞ്ഞപ്പോ ജയിലർ എന്നോട് പറഞ്ഞു സാർ എന്നാണ് വിളിക്കേണ്ടത്, അയാൾ SDM ആണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അദ്ദേഹം ബായി ആണ്, ബായ് അംകോ സജാ ദേദോ അംകോ ഉസ്മേ ബരി ജമാനത്ത് നെയ് ചായേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. VCR-ലാണ്. അപ്പോൾ ഡെപ്യൂട്ടി ജയിലർ സന്ദീപ് പറയുന്നുണ്ട് സാർ അങ്ങനെ പറയരുത്, അവര് പിന്നെ എല്ലാവരും സാർ അടിച്ചോളൂ,
സാർ അങ്ങനെ പറയും. ഞാൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഒരു സാർ ഏറെ കിട്ടിയതാണ്. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ വിളിക്കൂല, ചിലപ്പോൾ തെറികളൊക്കെയാണ് വിളിക്കുക. അപ്പോൾ സാർ അങ്ങനെ പറയട്ടെ, അത് SDM ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇതിൽ മുസ്ലിമാണ്. ഞാൻ ഇതിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മുസ്ലിം ആണ് എന്ന കാരണത്താൽ തന്നെ വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവാൻ കാരണം ആലമിനെ മാത്രമാണ് ഞാൻ കോട്ട് ചെയ്യാൻ കാരണം. എന്താണ് ആലം? ഉത്തരേന്ത്യൻ മുസ്ലിമിന്റെ ഒരു പ്രതീകമാണ്. ആലം ഉത്തരേന്ത്യൻ മുസ്ലിമിന്റെ ഒരു പ്രതീകമാണ്. ഞാൻ കേരളക്കാരനായ ഏറ്റവും ഭീകരനായ ഒരു മുസ്ലിമാണ്. ഞാൻ പലപ്പോഴും ഞാൻ നോക്കി ഈ തീവ്രവാദത്തിന്റെ ഒരു കഥകൾ. നിങ്ങൾക്കറിയാലോ, തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ പറയുമ്പോൾ ഇത് ആപേക്ഷികമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടംപററി ഇഷ്യൂസ്, സിറിയയില് എന്താ പറയാ, മറ്റേ ഇത് പിടിച്ചെടുക്കുന്ന ബഷറിനെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാര് തുർക്കിക്ക് തീവ്രവാദിയല്ല. അപ്പോൾ ഇത് ഓരോരോ ആപേക്ഷവും കാലത്തിനും എന്താ പറയാ രാജ്യത്തിനും അനുസരിച്ചാണ് ഇത്തരം വിഷയങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക്. സെയിം ചോദ്യം. 2015 പാലായിക്കുളം കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് അന്ന് അഡ്വക്കേറ്റ് VT രഘുനാഥാണ് പാലായിക്കുളം കേസിലെ സീനിയർ വക്കീൽ. അദ്ദേഹം ജില്ലാ ജഡ്ജി ആയിരുന്നിട്ട് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തതാണ്. അദ്ദേഹം ആ കേസിൽ അല്പം നീതിപൂർവമായ നിലപാടെടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം ആക്ഷൻ എടുത്തത്. അപ്പോൾ ഈ VT രഘുനാഥ് സാറ് പാലായിക്കുളം കേസിൻ്റെ ട്രയലിനിടയിൽ ഒരു ദിവസം കോടതിയിൽ പറഞ്ഞു, എനിക്ക് നാളെ ഹൈക്കോടതിയിൽ ഒരു സിറ്റിംഗ് ഉണ്ട്, വാഗമൺ കേസുമായി ബന്ധപ്പെട്ട ഒരു സിറ്റിംഗ് ആണുള്ളത്, അപ്പോൾ അതിന് കുറച്ച് വൈകി എത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് രഘുനാഥ് സാറ് ഹൈക്കോടതിയിൽ പോയി. രഘുനാഥ് സാറ് തിരിച്ചു വരുമ്പോൾ രഘുനാഥ് സാറിൻ്റെ മുഖം വല്ലാണ്ട് വിവരണമായിട്ടാണ് വരുന്നത് കോടതിയിലേക്ക് വരുന്നത്. കോടതി നടക്കുന്നില്ല, പുറത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. രഘുനാഥ് സാർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. രഘുനാഥ് സാർ കരഞ്ഞിട്ട് പറഞ്ഞത്, കോടതിയിൽ മൂപ്പര് വാഗമൺ കേസിൽ ജയിലിൽ കഴിയുന്ന ഒരാൾ, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായ ഒരാൾ കഴിഞ്ഞ 8 വർഷമായി ജയിലിലാണ്. അയാളുടെ ബെയിലിന് വേണ്ടിയാണ് ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. ഇപ്പോഴത്തെ നിയമപരിഷ്കരണത്തിൻ്റെ കമ്മിറ്റിയിലുള്ള ജസ്റ്റിസ് KT ശങ്കരനാണ് അത് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ടുള്ളത്. ഇയാളുടെ മുമ്പിൽ ഈ പറയുന്ന പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്ന ആള് വാഗമണ് സംഭവം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ദിവസം കർണാടകയിലെ മെഡിക്കൽ കോളേജിൽ പരീക്ഷയ്ക്ക് ഹാജരായിരുന്നു എന്നതിൻ്റെ ഹാൾ ടിക്കറ്റാണ് കോടതിയിൽ ഹാജരാക്കിയിട്ട് ബെയിലിന് മൂവ് ചെയ്തത്. 100% ബെയിൽ കിട്ടാവുന്ന ഒരു രേഖയാണത്. അയാൾ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ജസ്റ്റിസ് KT ശങ്കരൻ കോടതിയിൽ, ഓപ്പൺ കോടതിയിൽ പറഞ്ഞു, 100 പേരെ കൊന്നിട്ട് വന്നാലും നിങ്ങൾക്ക് ജാമ്യം തരാം, പക്ഷെ ഇത് 100 കോടി ജനങ്ങൾക്കെതിരായ യുദ്ധമാണ്, ജാമ്യം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരാളാണ് കോടതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അയാൾക്ക് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തെ സംബന്ധിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് കൈവിട്ട് പോയിട്ട് വന്നിട്ടാണ് എന്നെ കെട്ടിപ്പിടിച്ച് അയാൾ കരയുന്നത്. അപ്പോൾ വളരെ പ്രകടമായി ഒരു രേഖ ഹാജരാക്കിയിട്ട് പോലും അനുവദിക്കപ്പെടാൻ പറ്റാത്ത ഒന്നാണ് ഈ നടന്ന ആക്ഷൻ. വാഗമൺ കേസിന്റെ കഥകളൊക്കെ വേറെ. രൂപേഷിനോട് പാലായിക്കുളം കേസിൽ 14 വർഷമായാണ് ശിക്ഷിച്ചത്. വാഗമൺ കേസിൽ 7 വർഷമാണ് അവർക്ക് ശിക്ഷ കിട്ടിയത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും സന്തോഷത്തിലുണ്ടോ, അപ്പൊ 14 കിട്ടിയില്ലല്ലോ, 7 അവർക്ക് കിട്ടിയുള്ളൂ. അപ്പൊ രൂപേഷിന്റെ അടുത്ത് രൂപേഷ് ഇതറിയിട്ട് എന്നോട് വന്നിട്ട് വല്ലാണ്ട് ഷൗട്ട് ചെയ്തു. രൂപേഷ് പറഞ്ഞത്, എന്താ റാസിക്ക നീ പറയുന്നത്? ആ ഫയൽ മുഴുവൻ വായിച്ചാണ് ഞാൻ. വെറുതെ വിടേണ്ട കേസിലാണ് 7 വർഷം അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നതാണ് ഒരു വിഷയം. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ നിലയ്ക്ക് അത്രയും കിട്ടിയില്ല, അത്രയും മാരകമായിട്ട് അവർ ആക്രമിച്ചിട്ടുള്ള ആശ്വാസം കൊണ്ടപ്പോൾ രൂപേഷ് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും നോർമൽ മുസ്ലിമിന്റെ പ്രശ്നമുണ്ടോ, മുസ്ലിം പ്രശ്നങ്ങളുണ്ടോ, മുസ്ലിം പേരുകാരുടെ പ്രശ്നം, അതല്ല പ്രശ്നം. എന്തെങ്കിലും കേസിൽ പിടിച്ചുകൊണ്ട് പോയി പോലീസിന്റെ മുമ്പിലെത്തിയാൽ, കോടതിയുടെ മുമ്പിലെത്തിയാൽ നീതിപൂർവ്വം നിഷ്പക്ഷമായും സത്യസന്ധമായും നിൽക്കുന്ന ആളുകളില്ല എന്നല്ല, ഭൂരിപക്ഷവും അവർ മാനസികാവസ്ഥയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉണ്ടല്ലേ, ഒരു ലക്ഷദ്വീപുകാരനായ ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു യുവതിയുമായി ബൈക്കിൽ യാത്ര ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പോലും എതിർപ്പില്ല. പക്ഷെ ആർക്ക് എതിർപ്പുള്ളത്? BJP-ക്കാരുടെ പരാതിയിൽ പോലീസിനുണ്ട്, സ്വമേധയാ കേസെടുത്തു. എന്റെ നാട്ടില് പള്ളിയിൽ അച്ഛൻ ആക്രമിച്ചു എന്നും പറഞ്ഞ് സ്കൂൾ കുട്ടികളായ കുറച്ച് കുട്ടികൾ റീൽസ് എടുക്കാൻ പോയ കുട്ടികളെ പോലീസ് കൈകാര്യം ചെയ്തിട്ട് +1 പഠിക്കുന്ന പിള്ളേര്
മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപരവൽക്കരണത്തിന് മുസ്ലിം എന്നത്, മാവോയിസ്റ്റ് എന്നത്, കമ്മ്യൂണിസ്റ്റ് എന്നതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി അവരെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒന്നാമത്തെ കാരണമായി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. ഇതുവരെയുള്ള അത് വാർത്തകളിലൂടെയൊക്കെയുള്ള നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ അലൻ തോഹ കേസില്, അതായത് പന്തീരങ്കാവ് UAP കേസില് ജാമ്യം ലഭിച്ച സമയത്ത് ആദ്യ തവണ അലന് ജാമ്യം, രണ്ടുപേർക്ക് ഒരുമിച്ച് ജാമ്യം ലഭിക്കുന്നു. പിന്നീട് തോഹയ്ക്ക് മാത്രമായിട്ട് തിരികെ പോകേണ്ട വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പ്രിവിലേജുകളെ പറ്റിയിട്ട് വളരെ വലിയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ചും ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ അലൻ പ്രിവിലേജിലാണെന്നും തോഹയും പ്രിവിലേജിൽ, അങ്ങനെ ആ തരത്തിലുള്ള ആ മട്ടിലുള്ള ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജയിൽ അനുഭവത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇപ്പോൾ കോടതി വ്യവഹാരം നടക്കുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴെങ്കിലും ഈ പ്രിവിലേജുകൾ എങ്ങനെയാണ് ഈ ജയിൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് തോന്നിയിട്ടുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് അത്തരത്തിലുള്ള ഒരു സാധനങ്ങളോ അറ്റാക്കോ സാധനങ്ങളോ നമ്മുടെ നേരേക്ക് വന്നിട്ടില്ല, എന്റെ നേരേക്ക് വന്നിട്ടില്ല. പക്ഷെ ജയിൽ സംവിധാനത്തിൽ ഈ പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രകടമായി തന്നെ കാണാൻ പറ്റും. ഒരു ദളിതനായിട്ടുള്ള ജയിൽ സൂപ്രണ്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളിയുടെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ ഒരു സാധാ തടവുകാരൻ, ദളിതോ അല്ലെങ്കിൽ OBC കാറ്റഗറിയിലോ പെട്ടിട്ടുള്ള ഒരു സാധാ തടവുകാരനായിരുന്നു. പുള്ളി മാറി മറ്റൊരാൾ വന്ന സമയത്ത് അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഉയർന്ന ജാതിപ്പെട്ടിട്ടുള്ള ഒരു തടവുകാരനാണ്. അപ്പം എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഭയങ്കര ഇസ്തിരിട്ട പോലുള്ള ഉപ്പായും സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കുക. അവർക്ക് ഡ്രസ്സുകൾ അവൈലബിലിറ്റി സാധനങ്ങളൊക്കെ സുലഭമായിട്ടും കിട്ടും. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മള് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളും ഇതേമാതിരി റെയ്ഡില് പുതപ്പുകളും സാധനങ്ങളും ഒക്കെ എടുത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോവുക, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്. സമൂഹത്തിൽ പ്രകടമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും ജാതീയപരമായിട്ട് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇതാക്കുന്നത് അത് കുറച്ചും കൂടി തീവ്രമായിട്ട് നമുക്ക് ജയിൽ സെറ്റപ്പിൽ നമുക്ക് അനുഭവിക്കാനും കാണാനും കഴിയും. പിന്നെ കളമശ്ശേരി ബ്ലാസ്റ്റ് നടന്ന സമയത്ത് ഞാനും എൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സെലീഖും പിന്നെ അഡ്വക്കേറ്റ് താരിഖ് സുബൈർ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റും കൂടി നമ്മളെ കേസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ന്യൂസ് സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മള് ആകെ ഇതെന്താ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത് സംഗതി നടക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ പിടിച്ചു വെച്ചിട്ട് നമുക്ക് അറിയുന്ന ജയിലിൽ നിന്ന് വിചാരണ തടവുകാരായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളെ, മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ പിടിച്ചു വെക്കുന്നു. കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ അതേപോലെ ഗുജറാത്തുകാരനായിട്ടുള്ള ഒരു മുസ്ലിം നാമധാരിയെ പിടിച്ചു വെക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാർട്ടിനോടൊരു സ്നേഹം തോന്നിയ, ഒരു ബഹുമാനമൊക്കെ തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് പുള്ളി അത് ഏറ്റു പറഞ്ഞ സമയത്ത് നമ്മളെ ഒരുപാട് നിരപരാധികൾ ജയിലിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ. അപ്പൊ അതാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സാധനം. അതും കൂടി മാറേണ്ടതുണ്ട്, അത് മാറ്റാൻ പണിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഈ കളമശ്ശേരി സ്ഫോടനം ത്വാഹ കോട്ടി തന്നെ ചോദിക്കുകയാണ്. അപ്പം കളമശ്ശേരി സ്ഫോടനം ഉണ്ടായി ആദ്യ മണിക്കൂറുകളിൽ കസ്റ്റഡിയിലെടുത്ത ഒരാൾ പാലക്കാട് സിബി കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട നിസാമനെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ എന്ന പ്രോസസ്സിലേക്ക് സത്യത്തിൽ ഒരു ഭരണകൂടം, റീഹാബിലിറ്റേഷൻ പ്രോസസ് നടത്തേണ്ട ഭരണകൂടം തന്നെ എല്ലാവരെയും കുറ്റമുക്തനാക്കപ്പെട്ടാൽ പോലും ഒരു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വ്യക്തി അയാൾ എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ ക്രിമിനൽ ആണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്താൻ എന്നുള്ള തരത്തിലേക്ക് അധികൃതർ തന്നെ ഒരു മുദ്ര കുത്തുന്ന രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പോ ഈ അതിനെയൊക്കെ ഇങ്ങനെ ഒരു മാനസികമായിട്ടും, അല്ലെങ്കിൽ ഇപ്പം സ്വപ്നം എന്ന് പറയുന്നൊരു കവിതയിൽ റാസിഖാൻ എഴുതുന്നുണ്ട്. അതായത് പങ്കാളിയെ എടുത്ത് ഒരു ഉമ്മ വെക്കാനും അല്ലെങ്കിൽ കുട്ടികളൊപ്പം സാറ്റ് കളിക്കാൻ സാധിക്കത്തില്ല. ഏത് നിമിഷവും നമ്മളിങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടാം. അതായത് ജയിലിൽ നിന്ന് കുറ്റമുക്തനാക്കി സുപ്രീം കോടതി, ഏത് കോടതി ആക്കിയാൽ പോലും ഈ പറയുന്ന ഏത് നിമിഷവും നമുക്ക് മേലൊരു അറസ്റ്റ് ഉണ്ടാവാം എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ എങ്ങനെയാണ് ഓരോ ദിവസം കടന്നു പോകുന്നത്? 2006 പാലായിക്കുളം കേസ് നടക്കുന്നത്. 2006 മുതൽ 2010 വരെ ഭീകരമായ സർവൈലൻസിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതായത്
നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് എന്ത് സംഭവം ഉണ്ടായാലും അതിന് ഉത്തരം പറയേണ്ട ഒരാൾ ഇന്നയാളാണ്, റാസിക്ക് അല്ലെങ്കിൽ സമിതി. അപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായി, എന്നെ പോലീസ് പിടിച്ചോണ്ട് വന്നു. നമ്മളിത് നമുക്ക് ധാരണ പോലും ഇല്ല എന്തൊക്കെ സംഭവിക്കും. തീപിടുത്തൊക്കെ സുഖം ഉണ്ടാകുന്നല്ലേ. ഈ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുവന്നെ ചോദ്യം ചെയ്തില്ല. 2010 എറണാകുളം കളക്ടറേറ്റ് സ്ഫോടനം ഉണ്ടായി. രാത്രി 2 മണിക്ക് എൻ്റെ വീട് പോലീസ് പൂർണ്ണമായും വളഞ്ഞാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. 2009 എറണാകുളം കളക്ടറേറ്റ് സ്ഫോടനത്തിൽ 24 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു. ഞാൻ ആ കളക്ടറേറ്റ് സ്ഫോടനം പറഞ്ഞത് 2019 പാലായിക്കുളം കേസിൽ കേരള ഹൈക്കോടതി എന്നെ വെറുതെ വിട്ടു. 2019 കേരള ഹൈക്കോടതി വെറുതെ വിട്ടതിന് ശേഷം പബ്ലിക് സ്പേസിലാണ് ഞാനുള്ളത്. പ്രോഗ്രാമുകളുണ്ട്, എല്ലാ വേദിയിലും ഉണ്ട്. അപ്പോൾ പോലീസ് എൻ്റെ പുറകെ ഉണ്ടെങ്കിലും എന്നെ നേരിട്ട് പോലീസ് വരുന്നുണ്ടായിരുന്നില്ല. 2 വട്ടം പോലീസുകാർ പരിചയപ്പെടാൻ വന്നു. ഞാൻ പറയും പരിചയപ്പെടൊക്കെ നിൽക്കട്ടെ, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം, നമ്പർ അല്ല ചുമ്മാ സൗഹൃദത്തിനൊരു നമ്പർ ചോദിച്ചു. ഞാൻ പറയും നിങ്ങൾക്ക് നമ്പർ കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ തരാത്തത്, അത് വേണ്ട, ഞാൻ ഇപ്പൊ കോടതി എന്നെ വെറുതെ വിട്ടാണല്ലേ, അപ്പൊ അത് വേണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ആക്കിയതോടുകൂടി പോലീസുകാരുടെ വരവ് നിന്നു. പിന്നെ പോലീസ് എൻ്റെ അടുത്ത് വരുന്ന കൊറോണക്കാരനാണ്, ATS ആണോ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്ന് പോലീസ് വന്നിട്ട് പറഞ്ഞു, ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, റാസിക്ക് ഒന്ന് ഞങ്ങളുടെ നെടുമ്പാശ്ശേരി ഓഫീസ് വരാണോ, ഒന്നിനല്ല വെറുതെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ കൂട്ടി അവിടെ പോയി. ഞാൻ എന്ത് ചെയ്ത് അവരുടെ മുമ്പിൽ നോക്കിയപ്പം എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു നിറയെ ആളുകൾ ടേബിളിലേക്ക് ഇരിക്കുകയാണ്. ഞാൻ അവരുടെ മുമ്പിലേക്ക് ആദ്യം എൻ്റെ ഫോൺ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് അവരോട് പറഞ്ഞു, ജയിലിൽ നിന്ന് വന്ന അന്ന് മുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഫോണാണിത്. ലൊക്കേഷൻ ഓണാക്കിയിട്ടിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ ആരോപിച്ചാലും അതിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ ഓണാക്കിയിട്ടാണ് എൻ്റെ ഫോണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആദ്യം അവരെ എന്ത് ചെയ്തെന്ന് എന്നെ എന്തിനാ കൊണ്ടുവച്ചാൽ അവർ വളരെ സൗഹൃദത്തിലാണ് സംസാരിക്കുന്നതൊക്കെ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്നെ കൊണ്ടുപോയത് 2009 നടന്ന എറണാകുളം കളക്ടറേറ്റ് സ്ഫോടനത്തിൽ ഇതുവരെ പ്രതിയെ കിട്ടിയിട്ടില്ല. അതിന് സ്യൂട്ടാണോ നോക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയിരിക്കുന്നത്. അതെനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത് അത് തിരിയുന്നു. അവസാനം ഏതാണ്ട് 2-3 മണിക്കൂർ ചോദ്യം ചെയ്തു. NIA-ക്കാരുടെ ദേഷ്യം വരുന്ന എന്റെ മറുപടി ഇഷ്ടപ്പെടാതെ നീ കോപ്പറേറ്റ് ചെയ്യാൻ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ ഇത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ATSന്റെ ചീഫല്ല, അതിന്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന SP ഷൗക്കത്തിലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളെ കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അയാളെ കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ, അദ്ദേഹത്തെ കണ്ടിട്ട് പോകണം, വലിയ മാന്യമായ ഭാഷയിലൊക്കെയാണ്. അങ്ങനെ അദ്ദേഹം വിളിപ്പിച്ചു. അവിടെ പോകുമ്പോഴാണ് മനസ്സിലായത്, എന്നോട് ഇവർ ചോദ്യം ചെയ്യുന്ന ഈ സീൻ മുഴുവൻ വീഡിയോയിൽ താഴെ അയാൾ കണ്ടിട്ട് ഇതിന്റെ ഉത്തരം മുഴുവനാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്നോട് ചോദിച്ച്, അന്ന് നിങ്ങളെ പോലീസ് പിടിച്ചോണ്ട് വരാനാണോ, എന്നിട്ട് ആ കേസിന് എന്ത് സംഭവിച്ചത് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറയാം, അത് എന്റെ പണിയല്ലോ, ഞാൻ ചെയ്യേണ്ട പണിയാണോ? അവരെന്നെ അന്യായം പിടിച്ചുകൊണ്ട് പോയി, പിന്നെ അതിൽ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? അല്ല, നിങ്ങൾ സംശയത്തിന്റെ നിഴൽ അവിടെ ഇടാൻ ഒരു കാരണം നിലനിൽക്കുന്നുണ്ട്, നിങ്ങൾ അത് അന്വേഷിച്ചിട്ടാണ്. അപ്പൊ ഇതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കളമശ്ശേരി കേസിൽ അവരെ പിടിച്ചോണ്ട് പോകുമ്പോഴും ഈ പറയുന്നത് പോലെ അവര് പബ്ലിക് സ്പേസിൽ നിന്നിരുന്നെങ്കിൽ അത്രയും സ്പീഡിൽ പിടിച്ചോണ്ട് പോകും എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ കുറച്ചും കൂടെ ഒരു പബ്ലിക് സ്പേസിൽ മനുഷ്യരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇപ്പൊ പോലീസ് വന്നാൽ എന്ത് ചെയ്യും? ഞാൻ നേരെ ഫേസ്ബുക്കിൽ ഇടുന്നു. ലാസ്റ്റ് കോഴിക്കോട് 2 പോലീസുകാരുടെ വീട്ടിൽ വന്നത് ഫേസ്ബുക്കിൽ മീഡിയകളൊക്കെ ആകെ ഇഷ്യൂ ആക്കി വാർത്തയാക്കി. എന്നെ തിരഞ്ഞു വന്നതെന്ന് വെച്ചാല് ഒരാള് പറഞ്ഞ് ഇതിന്റെ ടൗണിൽ തന്നെ ആദ്യം 2 ആൾ പറഞ്ഞ് എപ്പോഴും ഇവിടെയുള്ള അവൈലബിൾ ആയ ആളാണ്, അയാളുടെ നമ്പർ തരാൻ നേരെ വിളിച്ചോളാൻ പറഞ്ഞു. പോലീസുകാരെ വിളിക്കണ്ട, അയാൾ ഈരാറ്റുപേട്ടയുള്ള സകലമാന ഷോപ്പുകളിലും എന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു 8-10 വീടുകളിലും കയറി ഇറങ്ങിയിട്ടാണ് എന്നെ തപ്പി വരുന്നത്. വീടറിയാൻ പറ്റാത്തതുകൊണ്ടോ എന്നെ വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ടല്ല, പോലീസിന്റെ ഒരു ശൈലി അതാണല്ലോ. ഞങ്ങളെ റാസിക്കൻ അന്വേഷണം വന്നുകൊണ്ട് ഇപ്പോഴും ചില പ്രശ്നങ്ങളുള്ള ആളാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കാത്തി. കാരണം ആദ്യം കണ്ട ആളെന്നെ ഫോൺ ചെയ്ത് പറയാൻ, റാസിക്കൻ പോലീസ് വന്നിട്ടുണ്ട്, അപ്പൊ എന്തോ അന്വേഷിച്ച് വന്നതാണ്, അവർ വീട്ടിലേക്ക് വരുമെന്ന് പറയാനായിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ വരുന്നില്ല. എന്റെ വീടിന്റെ തൊട്ട് മുമ്പുള്ള വീട്ടില് പോലീസ് വരുമ്പോ അവിടുത്തെ സ്ത്രീ പുറത്തു നിന്ന് അവരോട് പോലീസുകാരെ ചോദിക്കുമ്പോ ആ വീട്ടിലെ സ്ത്രീ ചാടി പുറത്തിറങ്ങിയ റാസിക്കൻ പോലീസാണ്, പെട്ടെന്ന് മാറിക്കോളാൻ പറഞ്ഞു.
അപ്പൊ മനസ്സിലായി എവിടെയൊക്കെ അവർ പോയിട്ടുണ്ടത്. വന്ന് കയറി ഞാൻ നിന്ന് ഷൗട്ട് ചെയ്തവരാ പോലീസുകാർ, ശരിക്കും ഷൗട്ട് ചെയ്ത്. നമ്മളങ്ങനെ പരമാവധി കോപ്പറേറ്റ് ചെയ്താൽ നിൽക്കാറ്. അത് ഞാൻ നന്നായിട്ട് ഷൗട്ട് ചെയ്തവരെ പറഞ്ഞേക്കും, അത് ഫേസ്ബുക്കിൽ വരികയും ചെയ്യും. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എസ് ഡി പി യുടെ നാഷണൽ ലീഡർഷിപ്പിലുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ഡൽഹി പോയ സമയത്ത് എസ് ഡി പിയുടെ ഓഫീസിൽ പോയി. ഞാൻ പോയി ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും അവിടെ ഐബിക്കാരൻ ഓടി അവിടെ എത്തി. എന്തിനാ റാസിക്ക് വന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അയാളുടെ ബിസിനസ് ആവശ്യത്തിന് വന്നിട്ട് ഇവിടെ വന്നാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. റാസിക്ക് വന്നവരെ അവരോട് പറയണ്ട, ഫേസ്ബുക്കിൽ എഴുതി കളയുന്നു. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ മറ്റൊരാൾക്ക് ഈ ദുരന്തം ഉണ്ടാകരുത്, നമുക്കും ദുരന്തം ആവർത്തിക്കരുത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇത് നിസാമുദ്ദീനും സത്താറിനും ഒക്കെ അവരനുഭവിക്കുന്നു ഇത് തന്നെയാണ്. ഓരോരുത്തരും ഇങ്ങനെ എപ്പോഴും സർവൈലൻസ് നമ്മളത് അറിയാതെ അല്ല ഇതൊന്നും പറയുന്നത്. പോലീസുകാർ നമ്മളുടെ പുറകെ ഇല്ലാന്നോ അവർ മനസ്സിലാക്കുന്നില്ലെന്ന് ഓർത്തുമല്ല. നമുക്ക് വാസുട്ടൻ പറഞ്ഞ പോലെ നമ്മള് പോരാടുക, തോൽക്കുക, പിന്നെയും പോരാടുക, പോരാടി നമുക്ക് ജയിക്കണം. നമ്മളല്ലെങ്കിൽ കാപ്പ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒരു കാര്യത്തിലേ അവർ പറഞ്ഞതിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. കേരള പോലീസിനോട് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനവും റെസ്പെക്റ്റൊക്കെ ഉണ്ട്. കേരള പോലീസിന്റെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ടാവും, ഇനിയിപ്പോ ഇയാൾ ഇവിടെ നിന്നാണ് കേരള പോലീസിൽ നിന്ന് ആര് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പ്രകാശൻ സാറ് അത് റിപ്പോർട്ട് ചെയ്യും അല്ലെ? പ്രകാശൻ തന്നെ പറഞ്ഞു സാർ അത് റിപ്പോർട്ട് ചെയ്യും. ഇവിടെ നാളെ എനിക്ക് എന്താ കേരള സർക്കാർ മറ്റേ കേരള പ്രഭ അവാർഡ് തരുന്ന ചോദിച്ചില്ല. കേരള പോലീസ് എന്റെ വിഷയത്തിൽ എനിക്ക് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയം ഉള്ളത് എന്താ വെച്ചാല് ഈ ഒരു പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, ഇത് ഇപ്പൊ നാട്ടില് ഇപ്പൊ റാസിക പറഞ്ഞു കൊടുക്കുന്നത് ചെറുതായിട്ടൊരു ഇത് പറയാനുള്ളത്. നാട്ടില് ഇപ്പൊ എന്റെ മകൻ ഡിഗ്രി കഴിഞ്ഞ ആളാണ്, ഈ വർഷം ഡിഗ്രി കഴിഞ്ഞു. അവനൊന്ന് ലക്ഷദ്വീപ് പോകണം. നിങ്ങൾക്ക് അറിയാലോ അല്ലേ ലക്ഷദ്വീപ് പോകുന്നതിന്റെ ബുദ്ധിമുട്ട്. ലക്ഷദ്വീപ് പോകാൻ വേണ്ടിയിട്ട് പോലീസ് വെരിഫിക്കേഷൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവൻ്റെ വെരിഫിക്കേഷൻ ഇങ്ങനെ തടസ്സപ്പെടുത്തുക. അവൻ വേറൊരു പൗരനാണ്, 10-20 വയസ്സായ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു മഹാമനുഷ്യൻ. അവന് പോകുമ്പോൾ അപ്പം എന്ന് വെച്ചാൽ അപ്പം എൻ്റെ അവിടെയുള്ള പോലീസിനെ എൻ്റെ നാട്ടിലുള്ള വേറൊരിടത്തിന് വിളിച്ചിട്ട് എന്തോ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അപ്പോൾ അയാളെ പേടിപ്പിക്കുകയാണ്. ഇപ്പൊ റാസി പറഞ്ഞതുപോലെ തന്നെ ആ ഫേസ്ബുക്കിൽ നിന്നായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ പബ്ലിക് സ്പേസിൽ പറഞ്ഞും എഴുതി ഞാൻ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളെ നേരിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നാട്ടിൽ വേറെ വിളിച്ചിരുന്നു വില കുറച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങൾ അതേ ഒരു രീതിയിലുള്ള കുറച്ച് നാട്ടിലൊക്കെ ഒന്ന് ഭയപ്പെടുത്തി പേടിപ്പിച്ച് എങ്ങനെ ബാക്കിയുള്ളവരൊക്കെ വിരട്ടി നിർത്തുന്ന ഒരു രീതി എൻ്റെ കാര്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിന് പക്ഷേ ആ പോലീസുകാരൻ്റെ എന്താ പറയുക ഇതുകൊണ്ടായിരിക്കും അയാളുടെ അന്വേഷണത്തിൻ്റെ രീതി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പോലും ഈ കാപ്പൻ അതുപോലെ തന്നെ വേറൊരു പ്രശ്നം. എൻ്റെ ഒരു എന്താ പറയുക കുടുംബ പേരാണ് ഈ കാപ്പൻ എന്നുള്ളത്. കാപ്പനാണ്. അപ്പൊ എന്താ ഈ കാപ്പന്മാർ മുഴുവൻ ബേജാറായി ഒക്കെ ബേജാറായി. അപ്പോ ഞാനെനിക്ക് 2-3 ആൾക്കാർ എന്നോട് ചോദിച്ചു, എവിടെ നിന്ന് മാണി സി കാപ്പനോട് ഒന്ന് ചോദിച്ചോ നിങ്ങൾ എന്നാൽ ഞാനതിങ്ങനെ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാണി സി കാപ്പൻ ഇപ്പൊ എന്റെ ആരാന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്റെ നാട്ടിൽ നിന്ന് 2 പേര് ഈ ഞങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ വേങ്ങരയുടെ ഭാഗമായിരുന്ന ഒരു പഞ്ചായത്താണ്. ഇപ്പൊ പുതിയ പഞ്ചായത്ത് കണ്ണമംഗലം പഞ്ചായത്ത്. ഈ കണ്ണമംഗലം, വേങ്ങര, പറപ്പൂര്, തിരുവനന്തപുരം, ഈ വേങ്ങര നിയോജക മണ്ഡലത്തിൽ ഒരു 5-6 പഞ്ചായത്തുണ്ട്. ഇതിലൊക്കെ ഈ കാപ്പന്മാരുണ്ട്, കുറേ ഉണ്ട്. അപ്പൊ ഇവന്മാർക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്മാർ പോലീസ് സ്റ്റേഷനിൽ പോയാൽ സിദ്ദീഖ് കാപ്പൻ്റെ ആരാണ്. അപ്പൊ ഇവന്മാർ ഒന്ന് ബേജാറാവും. അപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ ജയിലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അംബാസഡർ പണിയാണ്. ഭയത്തിനെതിരെയുള്ള ഒരു പോരാട്ടം. എങ്ങനെ ഒരു മനുഷ്യനെ നിർഭയനാക്കാൻ പറ്റും എന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് മുതൽ ഇന്ത്യയിലെ ചുരുക്കി പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ പേടിയുണ്ടായി. ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. ഹരിയാനയിൽ വിളിച്ചു, ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിക്ക് വിളിച്ചു. അവിടെ ഞാൻ പോയിട്ടില്ല. അത് വേറെ ചില പ്രശ്നങ്ങൾ കാരണങ്ങളായിരുന്നു.
അപ്പോൾ BJP ഭരിക്കാത്ത അല്ലെങ്കിൽ NDA ഗവൺമെന്റ് ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളും, കൊൽക്കത്ത മുതൽ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഏതെങ്കിലും ഒരു പരിപാടി, ബാംഗ്ലൂർ പോയിട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. അത് അവിടെയൊക്കെ പോയിങ്ങാണ്ട് എങ്ങനെ ആളാവാം എന്നുള്ളതുകൊണ്ടല്ല. ഈ ഒരാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ജയിലിൽ പോയാൽ പിന്നെ അയാൾ പിൻവലിക്കലാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എനിക്ക് കുറേ ഉദാഹരണങ്ങളുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാളൊന്ന് പിൻവലിഞ്ഞ് പത്രക്കാരെ കാണില്ല, ആരെയും കാണില്ല, ബേജാറായിട്ട് ഒരാൾ എന്താ പറയാ, ഒരു പ്രമുഖ, ഞാൻ അറസ്റ്റ് ചെയ്ത അതേ സമയത്തിന് ഒരു പ്രമുഖ കൊമേഡിയൻ ജയിലിലായിരുന്നു. ഈ കൊമേഡിയൻ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം ഒരു മാധ്യമങ്ങളോട് ഒരു അക്ഷരം ഉണ്ടാകാതെ അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് അവിടുത്തെ ജയിലർ പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ അറിയുന്നത് ഞാൻ ഇന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് എൻ്റെ പേര് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ജയിലർ എന്നെ വിളിച്ചു, കാപ്പൻ പുറത്ത് മാധ്യമങ്ങളുണ്ട്, അവരോടൊന്നും ഉൾട്ടാ ഫുൾട്ടാ ഒന്നും പറയരുത്. അതായത് എന്താ പറയാ, അതിൻ്റെ അർത്ഥം എന്താ പറയാ, റോങ് ആയിട്ടൊന്നും പറയരുത്, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ടൊന്നും പറയരുത്, അതാണ് ശരി, ഒന്നും പറയരുത്. അപ്പൊ എനിക്കൊരു ആവേശം കൂടി, എന്താ പറയണം. ഇയാൾ എന്നെ വിളിച്ചുകൊണ്ട് വളരെ, അയാള് ഞാൻ പുറത്തിറങ്ങിയപ്പോ ഇന്ത്യ ടുഡേയിലെ രാജ്യത്തൊക്കെ പറഞ്ഞത് അദ്ദേഹം എന്നെ എന്താ പറയാ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു ഇത് എനിക്കറിയാം, അയാളുടെ ഉള്ളിൽ അതുണ്ടോന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും അദ്ദേഹം ഭീഷണിപ്പെടുത്തലിച്ചത് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കഫീൽ ഖാൻ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അദ്ദേഹം ഇവിടെ പോയി പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ജയിലിൽ വന്നല്ലോ, അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പുറത്ത് കുറേ മാധ്യമം പറയുന്നുണ്ട്, നിന്റെ സുഹൃത്തുക്കളായ കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മാധ്യമം കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, വലിയൊരു ആവേശം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പോൾ ഇവരുടെ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ പത്തിയും മുടക്കി പേടിച്ച് ഒന്ന് എന്താ പറയാ ഉൾവലിയ എസ്കേപ്പിസം, ഒരു ഒളിച്ചോട്ട രീതിയിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടും എന്നാണ് ഭരണകൂടം കരുതിയത്, അല്ലെങ്കിൽ പോലീസ് ആണെങ്കിലും സംവിധാനങ്ങൾ ഉദ്ദേശിച്ചത്. അതിന് എതിരായിരുന്നു ഇദ്ദേഹമാണ് എന്നെ അതിന് പ്രചോദിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഉപദേശമാണ് എന്നെ എന്ത് ചെയ്തത്, ഇനി ഒന്നും സംഭവിക്കാനില്ല, ഒരു ട്രാഫിക് വയലേഷൻ പോലും ചെയ്യാതെ ഞാൻ 28 മാസം UAPA-യും PMLA-യും അടക്കമുള്ള കേസുകളിൽ ഞാൻ ജയിലിൽ കടന്നു കഴിഞ്ഞു. ഇനി എനിക്ക് ഇതിൽ വലിയതൊന്നും വരാനില്ല എന്നുള്ളൊരു ചിന്ത എന്ത് ചെയ്തിട്ടുണ്ട്. അത് വന്നതോടുകൂടി ഇദ്ദേഹം ആ ഒരു ജയിലറുണ്ടല്ലോ, അദ്ദേഹത്തോട് ഞാൻ ഇപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പുറത്ത് മാധ്യമങ്ങളുണ്ട്, ഒന്നും സംസാരിക്കരുത്, ഞങ്ങൾക്കെതിരൊന്നും പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം, അവരുദ്ദേശിച്ചതിൻ്റെ ഒരു ഉദാഹരണം. ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ പറഞ്ഞു 28 വർഷക്കാലം ജയിലിൽ കിടന്ന നെൽസൺ മണ്ടേല, ഞാൻ 27 വർഷം ജയിലിൽ കിടന്ന നെൽസൺ മണ്ടേല ഉണ്ടാവുമ്പോൾ 28 മാസം ജയിലിൽ കിടന്ന ഞാനൊക്കെ എന്ത് എന്ന് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ലക്നൌവിൽ നിന്ന് ഡൽഹിയിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ പിതാവ് എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു യൂട്യൂബ് ലിങ്ക് ഇട്ടെടുത്തു, കാപ്പൻ വീണ്ടും ജയിലിലേക്ക്. അതായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചാൽ കാപ്പൻ ജയിലിന് പുറത്തു നിന്നുകൊണ്ട് പറഞ്ഞ എല്ലാ തള്ളും, നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ തള്ളും ആഭ്യന്തര മന്ത്രാലയത്തിലെ നമ്മുടെ അമിത്ഷായുടെ മന്ത്രാലയം കേട്ടിട്ടുണ്ട്. അദ്ദേഹം തിലകനെയും ഗാന്ധിജിയെയും എന്താ പറയാ നെൽസൺ മണ്ടേലയെ കുറിച്ചൊക്കെ പറഞ്ഞ തള്ളുകളുണ്ടല്ലോ, അത് കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഇതാ ഉടൻ ജയിലിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞത്. അത് എൻ്റെ കുടുംബത്തിൽ പോലും ആ ഒരു വീഡിയോ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഏതൊരു ക്യൂനാണ് തോന്നുന്നു കൊടുത്ത ഒരു ചാനലിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, എന്നെ BJP-യുടെ കൊടി വെച്ച കാറിലാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്ന്. തുരുതുരാ ആ വാർത്ത പുറത്തു വന്നിട്ട് എൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ കുടുംബവും ബന്ധുവും സുഹൃത്തുക്കളുമായിട്ടുള്ള അഭ്യുദയകാംക്ഷികൾ അഭ്യുദയകാംക്ഷികൾ മുഴുവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇനിയും ജയിലിൽ പോകാനുള്ള പരിപാടി കേട്ടോ, നീ BJP-യെ കുറിച്ച് ഇനിയും പറയരുത്, എന്താണ് എന്ത് ഈ നന്നാകാത്ത 28 മാസം ജയിലിൽ കിടന്ന് ഞങ്ങളൊക്കെ അല്ലേ ഇടങ്ങാറായത്, എൻ്റെ ഭാര്യ മക്കള് അയൽവാസികളായിട്ടുള്ള അവർ ഇനിയും പ്രശ്നത്തിലാക്കാനാണോ നിന്റെ ശ്രമം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയരുത്, ഒക്കെ ഒന്ന് പറയുന്നതൊക്കെ ഒന്ന് കുറക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്താനുള്ള ബോധപൂർവവും അല്ലാത്തതുമായിട്ടുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ സമൂഹങ്ങളുടെ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെയുള്ള ഈ ഒരു കൂട്ടായ്മയെങ്കിലും എന്ത് ചെയ്യണം, ഈ ഭയം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയങ്ങളെ, അത് അറിയണമെങ്കിൽ ഭയപ്പെടണം. ഇതൊരു എക്സ്ട്രീം ഒരു സോപ്പ് കുമിളയാണ്. ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ അത് ഫിയർലെസ്നെസ് ആണ്.
ഭയത്തിന്റെ ഏറ്റവും നിർഭയത്വമാണ്. അച്ഛമറിയാണ് ഭയത്തിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞ നിർഭയത്വമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ആത്മഹത്യയിലും മറ്റേലൊക്കെ എത്തുന്ന ഒരു ഇതുണ്ടല്ലോ, ഇതൊക്കെ മഹാവിഡിത്തമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ എൻ്റെ ഫെബ്രുവരി 2 ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കാരണക്കാരൻ ഞാൻ പറഞ്ഞ ആ ജയിലറാണ്. അദ്ദേഹത്തിനാണ് എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കേണ്ടത്. ഇനി ഭയം എന്ന് പറയുന്ന ഒരു സാധനം, തൂക്കിക്കൊല്ലാം എന്ന് പറഞ്ഞാൽ പോലും ഭയം എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന സംഭവമുണ്ട്, പലരോടും പറയുന്നത്, നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊക്കെ കാണും, ചിലപ്പോൾ പെസിമിസമോ ഒപ്റ്റിമിസമോ എന്ത് കണ്ടാലും വേണ്ടിയില്ല. എൻ്റെ കേസ് ലക്നോയിലെ UAPA പ്രത്യേക കോടതിയിൽ വിചാരണക്ക് വന്നാൽ മാക്സിമം പണിഷ്മെന്റ് എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് UP ജുഡീഷ്യറിയെ കുറിച്ച് നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് കിട്ടും. ഞാൻ എൻ്റെ വൈഫിനോടും മക്കളോടൊക്കെ പറയാറുണ്ട്, ഈ കേസ് UPയിൽ വിചാരണ ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ജയിലിൽ പോവേണ്ടി വരും. ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും എന്താ പറയാ കിട്ടുന്നത് വരെ. അതായത് തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കാം, UPയിലെ ഓരോ ട്രയൽ കോർട്ടുകൾ എന്ന് പറഞ്ഞാൽ മാക്സിമം മുസ്ലിം ആണെങ്കിൽ ഒരു 307 ഒരാൾക്ക് തൂക്കുകയർ കൊടുത്ത ഒരു ത്രിപാഠിയാണ് എൻ്റെ കേസും. 307 അതായത് മുസ്ലിം ആയിരുന്നുള്ളതായിരുന്നു കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ UPയിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇപ്പൊ ഞാനിവിടെ വന്നിരുന്നല്ലോ, ഇതിനെ സംബന്ധിച്ച് നാളെ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ കല്യാണ പരിപാടിയെത്തുന്നതിന് മുമ്പ് ബ്രേക്കിംഗ് ന്യൂസ് ഒരു പക്ഷേ മിറർ നൗവിലുണ്ടാവാം, റിപ്പബ്ലിക് TVയിലുണ്ടാവാം, കർമ്മ ന്യൂസിലുണ്ടാവാം. ഇവിടുത്തെ എല്ലാ ന്യൂസുകളിലും ഒരു വലിയ ബ്രേക്കിംഗ് ന്യൂസ് വരെ ഉണ്ടാവാൻ സാധ്യത. എൻ്റെ വൈഫ് അവളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അവരുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുറെ കുട്ടികളോടൊപ്പം ഒരു ഓപ്പൺ ജീപ്പിൽ ഇരുന്നു കൊണ്ട് ഒരു ഫോട്ടോ എടുത്തു അവരുടെ സ്കൂൾ ഗെറ്റ് ടുഗദറിൽ. ഇത് വാർത്തയാക്കിയ നാടാണ് കേരളം. അതിന് പിന്നിൽ എന്താ ഭീകരബന്ധം. MYY രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു, മൈസൂർ രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ഇവിടെ ഡ്രൈവിംഗ് പഠിച്ചതാണ്. അപ്പോൾ പഠിച്ചപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കിയതാണ്, വണ്ടിയിൽ ഇരുന്നാണ്ട് ഒരു ഫോട്ടോ എടുത്തു. ഇത് വാർത്തയാക്കിയ ഒരു സമൂഹമാണ് കേരളത്തിലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രബുദ്ധ കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭയത്തിനെതിരെയുള്ള ഈ പേടിയോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ ഭയത്തിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്നത് നിർഭയത്വമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ